അവളെ കണ്ട കാഴ്ച കയ്യിൽ ഒരു വോഡ്കയുടെ കുപ്പിയും പിടിച്ച് അവളെ കാത്തിരുന്ന പോലെ സോഫയിൽ കണ്ണടച്ച് ഒരു കൈ തലക്ക് കൊടുത്തിരിക്കുവായിരുന്നു. ആ കുപ്പിയുടെ പകുതി മദ്യമുണ്ടായിരുന്നുള്ളൂ. പവീനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് പുള്ളിക്കാരൻ മയക്കത്തിലാണെന്ന് മനസ്സിലായത്. അവൾ പമ്മി പമ്മി റൂമിൽ കയറി ശബ്ദമുണ്ടാക്കാതെ ഡോറടച്ച് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ കുഞ്ഞു കുട്ടിയെ പോലെ സോഫയിലേക്ക് ഉറങ്ങി വീണിരുന്നു. അവൾ മെല്ലെ പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് നീലിൻ്റെ അടുത്തേക്ക് പോയി. അവൾ കുനിഞ്ഞിരുന്ന് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ശാന്തമായി കിടന്നുറങ്ങുന്ന അവനെ കണ്ട് അവൾക്ക് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. അവൻ്റെ നെറ്റിയിലേക്ക് ചാടിക്കിടന്ന മുടി പതിയെ മാറ്റി. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, എത്ര ദേഷ്യക്കാരനായാലും കാണാൻ നല്ല ഗ്ലാമറൊക്കെ ഉണ്ട്. ഇയാൾ എന്തിനാ എന്നോടിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇനി വേറെ വല്ല ലവും ഉണ്ടോ? എന്തേ ഇയാൾ എത്ര ചീത്ത പറഞ്ഞിട്ടും എനിക്കൊരു വെറുപ്പും ഇയാളോടില്ലല്ലോ. പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട ഞാൻ തിരിച്ചു കുറച്ച് പണികളൊക്കെ തരും. കേട്ടോടോ വാൽമാക്കിരി, കേട്ടൊടി പല്ലി. ആ ശബ്ദം കേട്ട് പവിയുടെ കിളികൾ കുടുംബവുമായി നാട് വിട്ടു. ഇത്രയും നേരം അവൾ പറഞ്ഞതെല്ലാം നീൽ കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് നീലും എഴുന്നേറ്റു. ഡി, ഞാൻ ദേഷ്യപ്പെട്ട നീ എനിക്ക് പണി തരുമോടി? തരുമോന്ന്? അത് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക്. പവി ഒരു വളിച്ച ചിരിയോടെ പറഞ്ഞു. നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചേ? അടിച്ചു കിടക്കുമ്പോൾ എൻ്റെ ബോധം പോകുന്നു. ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ നിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെ അഭിനയിച്ചത്. നീ മര്യാദയ്ക്ക് ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നോളണം. 6 മാസം കഴിയുമ്പോൾ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും. ഓ പിന്നെ, ഇയാൾ പറയുമ്പോൾ തന്നെ ഡിവോഴ്സ് എടുത്ത് തരാൻ കോടതിയിലെ ജഡ്ജ് നിങ്ങളുടെ വല്യപ്പനായിരിക്കും. അത് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ പോയ പവി അവളുടെ ഇടുപ്പിലൂടെ വലിച്ച് അവൻ്റെ നെഞ്ചത്തേക്കിട്ടു. ഇത് കണ്ട പവിയുടെ കിളികൾ മുഴുവനും ഈ നാട്ടിൽ നിന്ന്, അല്ല ആ ജില്ല തന്നെ വിട്ടുപോയി. പവിയുടെ കണ്ണിപ്പ് പുറത്തേക്ക് ചാടുമെന്ന അവസ്ഥയായി. ഏതാണ്ട് കുറച്ച് കിളികൾ വന്നപ്പോൾ തന്നെ നീലിൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയാൻ തുടങ്ങി. എവിടുന്ന് നീൽ അവളുടെ ഇടുപ്പിലൂടെ വീണ്ടും പിടിമുറുക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്ക് കേട്ടോടി. നീ ഇനി താഴെ കിടന്നാൽ മതി കേട്ടോ, കേട്ടോന്ന്. പവി അതിനൊന്ന് മൂളി. നീലിന് അവൾ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയായി. ആദ്യമായിട്ടൊരു പെണ്ണ് ഇവനോടടുത്ത് നിൽക്കുന്നത്. അപ്പോഴാണ് നീൽ പവിയുടെ വിയർത്തു നിൽക്കുന്ന ആ മുഖം അവൻ ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അവൻ്റെ കൺട്രോൾ പോകുമെന്ന അവസ്ഥയായി. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെ വിട്ട് നേരെ കട്ടിലിൽ കിടന്നു. നീൽ വിട്ടപ്പോൾ പെട്ടെന്നായതുകൊണ്ട് പവി പുറകിലേക്ക് നടുവും കുത്തി ഒറ്റ വീഴ്ച. കോലമാടൻ, അതും പറഞ്ഞവൾ നീലിൻ്റെ അടുത്തേക്ക് പോയി. ഡോ, അങ്ങനെ ഇപ്പോൾ ഇയാൾ സുഖിച്ച് കിടക്കേണ്ട. അതിന് ദേഷ്യത്തോടെ നീൽ പവിയെ നോക്കി. അവൾ നല്ല ഒന്നാന്തരം പേടിച്ചു പോയി. അവൾ അപ്പോൾ തന്നെ ബെഡിൽ കിടന്ന പുതപ്പും ഒരു തലയിണയും എടുത്ത് നിലത്ത് നല്ല അന്തസ്സായിട്ട് തന്നെ കിടന്നു. നീലിത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ വഴക്ക് കൂടിയാണെങ്കിലും ബെഡിൽ കിടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ നിലത്ത് കിടന്നു. എനിക്കെന്താ പ്രോബ്ലം എന്ന് രണ്ടുപേരും മനസ്സിൽ വിചാരിച്ചു. എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. രാവിലെ ആദ്യം എഴുന്നേറ്റത് പവിയായിരുന്നു. അവൾ ഉറങ്ങിക്കിടന്ന് നീലിനെ നോക്കിയിട്ട്, എൻ്റെ നടുവൊടിക്കാൻ നോക്കിയ കാല ഇയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞ് ഫ്രഷാക്കാൻ പോയിട്ട് അവിടെ നിന്നും താഴെ അമ്മയുടെ അടുത്തേക്ക് പോയി. മോൾ ഇത്രയും നേരത്തെ എഴുന്നേറ്റോ? എൻ്റെ അമ്മ ഈ സമയത്ത് എഴുന്നേറ്റില്ലെങ്കിൽ വെള്ളം കോരി മേത്തേക്ക് ഒഴിക്കും. അങ്ങനെ ആ ഓർമ്മയിൽ എഴുന്നേറ്റതാ. ആണോ? എന്നാ വേണമെങ്കിൽ പോയി കിടന്നു. അയ്യോ അത് വേണ്ട, എൻ്റെ നടു പോകും. എന്താന്ന്? അതല്ല, ഇനി കിടന്നാൽ ചിലപ്പോൾ എനിക്ക് നടുവേദന വരുമെന്നാ പറഞ്ഞത്. നടുവേദനയോ? അതെങ്ങനാ? എൻ്റെ പൊന്നമ്മേ, അതൊക്കെ വിട്. ഇപ്പോൾ അമ്മക്കുട്ടിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞോളൂ. പാറുമ്മയ്ക്ക് പവിയുടെ ഓരോ വാക്കുകളും എന്തുകൊണ്ടോ ഹൃദയത്തിൽ തൊട്ടുന്നത് പോലെ തോന്നി. പാറുമ്മ അതിനൊന്ന് ചിരിച്ച് ജോലിയിലേക്ക് കടന്നു. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരുമോ? അതിനെന്താ പവി, ചോദിച്ചോളൂ. എന്നോടൊരു മുഖവരയും വേണ്ട. അത് അമ്മയ്ക്ക് മോളുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് മനസ്സിലായി. അച്ഛൻ ആരെങ്കിലും പറ്റി പറഞ്ഞിരുന്നോ? ആ, നീലേട്ടന്. പവി ഒന്ന് ചമ്മിക്കൊണ്ട് പറഞ്ഞു. നീലേട്ടനൊരു പെങ്ങളുണ്ടായിരുന്നു എന്നും ഏതോ ഒരു നീലേട്ടൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നും പറഞ്ഞു. ആരാ അമ്മേ? മോള് വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. കുറച്ചൊക്കെ ഞാൻ പറയാം, പക്ഷേ എല്ലാം നീൽ മാത്രം നിന്നോട് പറയുള്ളൂ. അവൻ നിന്നോട് പറയും. എൻ്റെ വയറ്റിൽ പിറന്നില്ലെങ്കിലും അവന് സ്വന്തം കൂടപ്പിറപ്പ് പോലെയായിരുന്നു അമ്മാളും. ഒരു പാവം കുട്ടി. വെറും 10 വയസ്സേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളെ എല്ലാവരും അകറ്റി നിർത്തിയത് ഒരേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മാനസരോഗി അല്ലെങ്കിൽ ഒരു ഭ്രാന്തി.
എൻ്റെ അമ്മായിയച്ഛൻ, അതായത് നീലിൻ്റെ മുത്തശ്ശൻ, ഒരു രാത്രി ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു പെൺകുട്ടി അവളുടെ കുഞ്ഞി കൈകൊണ്ട് ഒട്ടും എണ്ണയില്ലാത്ത രണ്ടു വശം പിന്നിയിട്ട അവളുടെ മുടിയിൽ മുഖമൊളിപ്പിച്ച ആരുമില്ലാത്തൊരു കടയുടെ മുന്നിൽ ആ രാത്രിയിലെ ഇരുട്ടിൽ പേടിച്ചിരിക്കുന്നത് കണ്ടു. അവളെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ എൻ്റെ അച്ഛന് തോന്നിയില്ല. അവൾ അങ്ങനെ അച്ഛൻ്റെ കൂടെ തറവാട്ടിൽ പോയി. അവിടെ അന്നേരം അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരുടെ ലോകം അമ്മാളുമായി. അവളുടെ ലോകം അവൾ ആസ്വദിക്കുന്നത് പോലെ ആ ലോകത്തെ അച്ഛനും അമ്മയും ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ മധുവേട്ടന് കോട്ടയത്തേക്ക് കിട്ടി. ഞാനും ഏട്ടനും അങ്ങോട്ടേക്ക് പോയി. നീലിൻ്റെ സ്റ്റഡീസ് തറവാട്ടിൽ ആ സ്ഥലത്തുള്ള കോളേജിലേക്ക് മാറ്റി. അവൻ തറവാട്ടിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. ഗിരി എന്ന ഡിഗ്രിക്ക് ഹൈദരാബാദിലായിരുന്നു. അങ്ങനെ തറവാട്ടിൽ വെച്ച് അവൻ അമ്മാളുവുമായി അടുത്തു. പതിയെ അമ്മാളുവിൻ്റെ ലോകത്ത് അവൾ അവനെയും കൂട്ടി. അവനും അവളുടെ ലോകം ആസ്വദിച്ചു. നീലിന് അമ്മാള് ചുരുങ്ങിയ നാളുകൊണ്ട് പ്രിയപ്പെട്ടവരായി മാറി. സ്വന്തം പെങ്ങളെ എങ്ങനെയെല്ലാം സന്തോഷിക്കാമോ അത്രയും അവൻ അവൾക്ക് സന്തോഷിപ്പിച്ചു. നാട്ടുകാർ ഭ്രാന്തി എന്ന് തള്ളിക്കളഞ്ഞ് അവളെ മുത്തശ്ശനും മുത്തശ്ശിയും നീലും കൂടി സ്നേഹത്തിൽ മുക്കി. ഇതിൻ്റെ ഇടയിൽ അച്ഛനൊരു അറ്റാക്ക് വന്ന് അങ്ങനെ അമ്മാളുവിൻ്റെ ജീവിതത്തിൽ ഒരാളെ അവൾക്ക് നഷ്ടപ്പെട്ടു. അവൾ ആകെ തകർന്നു പോയി. ആരോടൊന്നും മിണ്ടാതെ കഴിക്കാതെ ഒരു മൂലയിൽ പോയി മുത്തശ്ശൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. മോളെ ബാക്കിയെല്ലാം നീല് പറയും അധികം വൈകാതെ. എന്തായാലും അമ്മാളും ഇന്ന് ഈ ലോകത്തില്ല. അതിന് കാരണമായത് കീർത്തിയാണ്. അവൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങും മുന്നേ അവളെ വെറുത്തു തുടങ്ങി. അന്ന് തകർന്നു പോയതാ എൻ്റെ മോൻ. ഇത്രയും കേട്ട് കഴിഞ്ഞ് പവിയാകെ എന്തെന്നില്ലാതെ തളർന്നു പോയിരുന്നു. അമ്മയോട് പറഞ്ഞവൾ റൂമിലേക്ക് പോയി. അവിടെ നീലിനെ കണ്ടില്ലാത്തത് കൊണ്ട് നേരെ ബാൽക്കണിയിൽ പോയിരുന്ന് പാറുമ്മ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. അവളുടെ ഫോൺ ബെല്ലടിച്ചു. ഗീതമ്മയായിരുന്നു. മോളെ, സുഖാണോ? എങ്ങനെയുണ്ട് അവിടെ? ഞാനതിന് ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും എന്നോട് സ്നേഹ. എല്ലാവരും സൂപ്പർ തന്നെയാ. ഗിരിയേട്ടൻ അനിയത്തിയ ഞാനിപ്പോൾ. ഇവിടെ ഒരു ജോലിയും അമ്മ എന്നെ കൊണ്ട് ചെയ്യിക്കാറില്ല. പാവാണ്. ഞാൻ അപ്പയ്ക്ക് കൊടുക്കാട്ടോ, ഇല്ലെങ്കിൽ ഇവിടെ എൻ്റെ അന്ത്യമായിരിക്കും. മോളി പവി, എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചോ? എൻ്റെ പൊന്നപ്പേ, ഇവിടെ സമയമായിട്ടില്ല കഴിക്കാൻ. എൻ്റെ അപ്പ കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. പിന്നെന്താ വിശേഷം? ഞാനില്ലാത്തോണ്ട് രണ്ടും റൊമാൻസിലാണോ? എടി കാന്താരി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്നാ അപ്പ ഞാൻ പിന്നെ വിളിക്കാട്ടോ. ശരി മോളെ. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാൽക്കണി വാതിൽ കൈകെട്ടി അവളെ ഗൗരവത്തോടെ നോക്കുന്ന നീലിനെയാണ് കാണുന്നത്. നീലിനെ കണ്ടപ്പോൾ പാറുമ്മ പറഞ്ഞ കാര്യങ്ങളാണ് പവിക്ക് ഓർമ്മ വന്നത്. എന്താ? ഒന്നുമില്ല. എന്നാ പിന്നെ മാറി നിൽക്കടി മാക്രി. അവൾ അവനെ കടന്ന് റൂമിൻ്റെ ഡോറിലടുത്തെത്തിയപ്പോൾ മാക്രി തൻ്റെ കീർത്തി. അതും പറഞ്ഞ് പവി ഒറ്റ ഓട്ടം. നീൽ അവളുടെ വായിൽ നിന്ന് വന്ന കീർത്തി എന്ന പേര് കേട്ട് ചെറുതായി ഒന്ന് ഞെട്ടി. പിന്നെ ഗിരി അല്ലെങ്കിൽ അമ്മയും അച്ഛനും പറഞ്ഞു കാണുമെന്ന് കരുതി. പക്ഷേ തൻ്റെ കീർത്തി എന്ന് പവിയുടെ വായിൽ നിന്ന് വീണതുകൊണ്ട് അവനുള്ളിൽ ഒരു നോവ് പോലെ. നീൽ റെഡിയായി താഴേക്ക് പോയി. അവിടെ ഗിരിയോട് സംസാരിച്ച് ഭക്ഷണം വിളമ്പുന്ന പവിനെ കണ്ടു. ആദ്യം അവൻ അവളെ പറഞ്ഞതിന് അവളോട് ചെറിയ ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ അവളെ നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സന്തോഷവും വന്നു. ഇന്ന് ഇങ്ങോട്ടാ നീ പോണേ? കോളേജിൽ നാളെ പുതിയ അഡ്മിഷൻ കുട്ടികൾ വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്, നീൽ പറഞ്ഞു. ആ, പറഞ്ഞ പോലെ നാളെ എൻ്റെ കോളേജ് തുറക്കും. ആദ്യമായിട്ട് ഞാൻ പോണേ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ നീലിനൊരു കോള് വന്നത്. അമ്മേ, എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവട്ടെ. അതും പറഞ്ഞ് നീൽ പെട്ടെന്ന് പോയി. ആ, മോള് നാളെ അമ്പലത്തിൽ പോവണ്ടേ? ആ, അമ്പലത്തിൽ പോയിട്ട് പോവാന്ന് വിചാരിച്ചു. അന്ന ബസ് സ്റ്റോപ്പിൽ വരും, ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. പവി, അത് പൊളിക്കും. രാവിലെ നല്ല തണുപ്പത്ത് ബസ്സിൻ്റെ സൈഡിൽ നീലിനെ ആലോചിച്ചിരുന്നു പോകും. എപ്പടി പൊളിക്കില്ലേ? അതെ. പവി ഗിരിനെ അമ്മ കാണാതെ നോക്കി പേടിപ്പിച്ചു. അതിന് ഗിരി നല്ല ഒന്നാന്തരം വിളിയങ്ങ് പാസ്സാക്കി. പാറും അടുക്കളയിലേക്ക് പോയി. ഗിരിയേട്ടാ, എന്നാലും എന്നോടൊന്നും വേണ്ടായിരുന്നു. ഐ ആം ദ സോറി പെങ്ങളെ. അത് പറഞ്ഞ് ഗിരി എഴുന്നേറ്റ് ഓടി കൈ കഴുകി റൂമിലേക്ക് പോയി. അങ്ങനെ ഇരിക്കെയാണ് പവിയുടെ ഫോണ് ബെല്ലടിച്ചത്. ആ പറ, എന്താ പരിപാടി എന്നെ കൊച്ചേ? ഓൾക്കിടെ മൂട്. എടി, ഇത്രയും നേരമായിട്ട് നീ എന്നെ വിളിച്ചോടി പൊന്ന മോളെ. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ കോൾ എടുക്കുന്നില്ല. എൻ്റെ പൊന്നെ, ഞാനൊന്ന് പറയാ. ഇനി നീ ഒന്നും പറയണ്ട. ഒന്ന് കെട്ടിയെന്ന് വിചാരിച്ച് നീ എന്നെ മറന്നോടി പൊല്ലിക്കുഞ്ഞേ. നിന്റെ കെട്ടിയോൻ. എടി പെറുക്കി, എൻ്റെ കെട്ടിയോനെ പറഞ്ഞാലുണ്ടല്ലോ പൊടി മറുത നിന്റെ മുത്തിയുടെ മുത്തി ആണോ? എന്നാലേ നിന്റെ മുത്തിയുടെ മുത്തി. മതി, നിർത്ത്, ഞാൻ മടുത്തു. എന്നാലേ ഇനിയെങ്കിലും നീ ഞാൻ പറയുന്നതെന്ന് കേൾക്ക്.
പവിയപ്പോ നീൽ അവളോട് പറഞ്ഞതൊഴിച്ച് ബാക്കിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഡി, നീ ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? എടി പന്ന മോളെ, മര്യാദക്കല്ലേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞേ. ആണോ? ചോറി. എന്നാ ശരി. സാറേ, ദേ ആ ഫയലൊന്നെടുത്തേ. ഇത് ന്യൂ അഡ്മിഷൻ്റെ കുട്ടികളുടെ ഡീറ്റെയിൽസാ. എന്നാൽ അത് അങ്ങോട്ട് വെച്ചോ അത്. എന്ന് സാറ് ഞാൻ ഇറങ്ങുവാ, ഇനി നാളെ കാണാം. നാളെ ഈശ്വരിയായിട്ടെന്ന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. അതിന് നീലൊന്ന് ചിരിച്ചിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി. നീൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഴുവനും അവൻ്റെ ചിന്ത പവി പറഞ്ഞ വാക്കുകളായിരുന്നു. തൻ്റെ കീർത്തി, എന്തോ അവളുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അവനെ അസ്വസ്ഥത പടർത്തിയിരുന്നു. നീൽ വീട്ടിലെത്തി. വന്നോ? ഇനി നാളെ തൊട്ട് പോകണ്ടേ? പോകണം, അവിടെ ഒത്തിരി ജോലിയുണ്ട്. അമ്മ, എനിക്കൊരു ചായ ഇട്ടേ, നല്ല തലവേദന. അതും പറഞ്ഞ് നീൽ റൂമിലേക്ക് പോയി. അന്നേരമാണ് പവി അന്നയ്ക്ക് പാടിക്കൊടുക്കുന്ന ആ സാധനം അവൻ കേൾക്കുന്നത്. അത് കേട്ട് നീലിൻ്റെ ചെവി അടിച്ചുപോയി. ബാക്കിയൊന്നും അവൻ കേട്ടില്ല. പവി പറഞ്ഞത് മുഴുവനും അവൻ കേട്ടിരുന്നില്ല. മാത്രമല്ല, അവൻ്റെ കിളികൾ മൂളിപ്പാട്ടും പാടി വീടിൻ്റെ പുറത്തേയുള്ള വാതിൽ വരെ എത്തിയിരുന്നു. നീൽ കഷ്ടപ്പെട്ട എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിൽ കയറ്റി വാതിലടച്ചു. പവി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട് ഷോക്കടിച്ചു നിൽക്കുന്ന നീലിനെ. പവി അവനെ നോക്കി ഒരു ചമ്മിയെ ചിരി പാസാക്കി. ഡി, നീ എന്താ ഇങ്ങനെ? നിനക്കൊരു മാനേഴ്സും ഇല്ലടി. ഓ പിന്നെ, മാനേഴ്സ് വാരി ഒഴുകി നിൽക്കണ ഒരു മുതല്, അവൾ മനസ്സിലോർത്തു. അല്ല, ഞാൻ വെറുതെ അന്നയോട്. ഓ മതി, ഇനി ഇരുന്നിട്ട് വിവരിക്കേണ്ട. പോയി അമ്മ തന്ന ചായ മേടിച്ചോണ്ട് വാടി കുരങ്ങേ. ഓ ശരി തമ്പ്ര. അയാളുടെ ഒരു ചായ പോയി തൻ്റെ കീർത്തിയോട് പറയടൂ, പവി മനസ്സിൽ പറഞ്ഞു. പവി ഡോറ് തുറക്കാൻ പോയതും നീൽ പവിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ 2 കൈകൊണ്ടും അവളെ ബ്ലോക്ക് ചെയ്തു വെച്ചു. പവി ഒന്ന് കറങ്ങിയിട്ടാണ് ചുമരിലിടിച്ചു നിന്നത്. ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായി? ആരാ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാണോ എന്നൊരവസ്ഥയാണ് പവിക്ക്. അപ്പോഴാണ് പവി മുന്നിൽ നിൽക്കുന്ന നീലിനെ കാണുന്നത്. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, കിടന്ന് പിഴക്കാൻ തുടങ്ങി. നീൽ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്ത് നിർത്തി. ഒരു നൂലയുടെ വ്യത്യാസത്തിലാണ് അവർ തമ്മിൽ നിൽക്കുന്നത്. എൻ്റെ കൃഷ്ണ, ഇയാളെന്താ എന്നെ ഇങ്ങനെ നോക്കണത്? അയ്യോ, ഞാനിപ്പോൾ വീഴും, അവൾ മനസ്സിലായി ഓർത്തു. പവി എൻ്റെ നോട്ടത്തിൽ വീഴുമെന്ന അവസ്ഥ മനസ്സിലാക്കിയതുപോലെ നീല അവളെ ഒന്നുകൂടി അവനോട് ചേർത്ത് നിർത്തി. കീർത്തി എൻ്റെയാണോ? ആണോന്ന് പറയടി പൊല്ലിക്കുഞ്ഞേ. ഇയാളിത് എപ്പോൾ കേട്ട്? കൃഷ്ണ, ഞാൻ പറഞ്ഞത് ഉറക്കെയാണോ? ഈശ്വര, ഞാൻ തീർന്ന്. അത് പിന്നെ ഞാൻ അറിയാതെ പറഞ്ഞതാ. നീൽ പവിയുടെ ഇടുപ്പിലൊരു നുള്ള് വെച്ചു കൊടുത്തു. പവി വേദന കൊണ്ട് നീലിനെ കണ്ണിരുട്ടി പേടിപ്പിച്ചു. ഇനി മേലാൽ അങ്ങനെ പറഞ്ഞേക്കരുത് കേട്ടോടി ഉണ്ടക്കണ്ണി. നീലിനാണെ പവിനെ അത്രയും അടുത്ത് കണ്ട അപ്പോൾ തൊട്ട് തുടങ്ങിയതാ അവൻ്റെ ഹൃദയമിടിപ്പ്. ഇനിയും അവൾ അവൻ്റെ അടുത്ത് നിന്ന നീലിൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു മനസ്സിലായതുകൊണ്ട് അവൻ അവളെ വിട്ടു. പോയി ചായ എടുത്തോണ്ട് വാടി. പവി ചവിട്ടിത്തുള്ളി താഴേക്ക് പോയി. നീൽ ഫ്രഷാകാനും. അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന്. അയാൾ കാരണം എൻ്റെ നടു ഇന്നലെ പോയി. ഇന്ന് അയാൾ എൻ്റെ മനോഹരമായ എൻ്റെ ഇടുപ്പിൽ നുള്ളി. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാൾക്ക്. പവി ഇടുപ്പിൽ തിരുമ്മി അടുക്കളയിലേക്ക് പോയി. അമ്മേ, ചായ ഇടുകയാണോ? അതേലോ. അമ്മേനെ അച്ഛൻ വിളിക്കണു, ഞാൻ ചായ ഉണ്ടാക്കാം. ഞാൻ പോയി നോക്കിയിട്ട് വരാട്ടോ. എടോ ഊളെ, ഇയാൾക്ക് ചായ വേണേ അല്ലടൂ? തരാട്ടോ ഞാൻ, നല്ല സ്പെഷ്യൽ ചായ, വിമ്മിട്ട ചായ. അവൾ അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു.